ഹായ് കുട്ടികളെ, നമ്മളിന്ന് ഹിസ്റ്ററിയുടെ പാർട്ടിൽ ഒരു ഭാഗമാണ് നമ്മളിന്ന് എക്സാമിന് പറഞ്ഞിരുന്നത്. പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. ഈ ടോപ്പിക്കാണ് ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ്. ഹിസ്റ്ററി എന്ന് സോഷ്യൽ എന്ന് പറയുന്ന ഹിസ്റ്ററി മാത്രമല്ല, സോഷ്യൽ എന്ന് പറയുന്ന ഭാഗത്തൊന്നും LPPക്ക് വളരെ കുറച്ച് മാർക്കിന് മാത്രമേ ചോദിക്കുകയുള്ളൂ. എന്നും പറഞ്ഞ് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഏരിയ ഒക്കെ ഒഴിവാക്കിയാലും നമുക്കൊരിക്കലും റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ടഫായ ഏരിയ ഒന്നും അതിനകത്തില്ല. താനും ഏറ്റവും സിമ്പിളായ കുറച്ച് ടോപ്പിക്ക് മാത്രമേ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈം നിങ്ങൾ സോഷ്യൽ പഠിക്കാനായിട്ട് ചിലവാക്കരുത്. ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിരുന്ന ആ സിലബസ് ബേസുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് കവർ ചെയ്ത് പോകുക. ബാക്കി നിങ്ങൾ സയൻസിനും പിന്നെ സൈക്കോളജിക്കും മാത്സിനൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കാൻ ശ്രമിക്കണം. കാരണം കൂടുതൽ റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്, റാങ്ക് നമുക്ക് നിർണ്ണയിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സയൻസും സൈക്കോളജിയും മാത്സൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി കൂടുതൽ സമയം ചിലവാക്കുക. സോഷ്യലിന് അതിൽ ചിലവാക്കുന്നതിൻ്റെ ഒരു പകുതി സമയം മാത്രം നിങ്ങൾ ചിലവാക്കിയാൽ മതിയാകും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞേക്കുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന 10 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 10 ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാൻ ആയത് ആരാണ്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഓപ്ഷൻ എ ഡെലനോയ്, ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പി, ഓപ്ഷൻ സി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ഓപ്ഷൻ ഡി മാധവറാവു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്ന ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്? ഓപ്ഷൻ എ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ഓപ്ഷൻ ബി ഗുരുവായൂർ ക്ഷേത്രം, ഓപ്ഷൻ സി ഇളമ്പള്ളൂർ ക്ഷേത്രം, ഓപ്ഷൻ ഡി മണ്ണടി ക്ഷേത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മണ്ണടി, ഓപ്ഷൻ ബി വേണാട്, ഓപ്ഷൻ സി പത്മനാഭപുരം, ഓപ്ഷൻ ഡി പുറക്കാട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഓപ്ഷൻ എ തോമസ് മൺറോ, ഓപ്ഷൻ ബി TH ബാബർ, ഓപ്ഷൻ സി റിച്ചാർഡ് വെല്ലസ്ലി, ഓപ്ഷൻ ഡി ആർതർ വെല്ലസ്ലി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ലീലാവതി, ഓപ്ഷൻ ബി PN പണിക്കർ, സി MK സാനു, ഓപ്ഷൻ ഡി KM പണിക്കർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ JB വാട്സൺ, ഓപ്ഷൻ ബി വില്യം ലോഗൻ, ഓപ്ഷൻ സി തോമസ് ബാബർ, ഓപ്ഷൻ ഡി കേണൽ മൺറോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1893 തൊട്ട് 97 വരെ, ഓപ്ഷൻ ബി 1803 തൊട്ട് 1895 വരെ, 1895 ഉദ്ദേശിച്ചിരുന്നത്, ഓപ്ഷൻ സി 1800 തൊട്ട് 1805 വരെയും, ഓപ്ഷൻ ഡി 1793 തൊട്ട് 1797 വരെയാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പഴശ്ശി രാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ആരാണ്? പഴശ്ശി രാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൈതേരി അമ്പു, ഓപ്ഷൻ ബി രാമൻ നമ്പി, ഓപ്ഷൻ സി എടച്ചേന കുങ്കൻ, ഓപ്ഷൻ ഡി തലക്കൽ ചന്തു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാണെന്നാണ്? ഓപ്ഷൻ എ കൈതേരി അമ്പു നായർ, ഓപ്ഷൻ ബി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ സി ചിറക്കൽ രാജാവ്, ഓപ്ഷൻ ഡി തോമസ് ബേബർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്? ഓപ്ഷൻ എ KN കുറുപ്പ്, ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ, ഓപ്ഷൻ സി സർദാർ KN പണിക്കർ, ഓപ്ഷൻ ഡി മുണ്ടക്കയം ഗോപി. 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണെന്നാണ്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഓപ്ഷൻ ബി ആണ്, ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്ന ഏത് ക്ഷേത്ര സന്നിധിയിലാണ്? കുണ്ടറ വിളംബരം നടന്നത് ഇളമ്പള്ളൂർ ക്ഷേത്ര സന്നിധിയിലാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന മണ്ണടിയിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ ഡി ആർതർ വെല്ലസ്ലിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച KM പണിക്കരാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? സബ് കളക്ടർ ഓപ്ഷൻ സി ആണ്, തോമസ് ബാബർ ആണ് മലബാറിലെ സബ് കളക്ടർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പഴശ്ശി വിപ്ലവം കടന്ന കാലഘട്ടം 1805 തൊട്ട് 1800 തൊട്ട് 1805 വരെയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ.
8ാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാണെന്ന്. സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുവാണ്. ഓപ്ഷൻ എ കൈതേരി അമ്പുവാണ് ശരിയായ ആൻസർ വരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ 1ാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരാണെന്ന്. ഓപ്ഷൻ സി ചിറക്കൽ രാജാവാണ് ഇടനിലക്കാരനായി നിന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. സമരം കുറിച്ചു വെച്ചു എന്ന് ഓർത്തിരുന്നത്. അപ്പം KN കുറുപ്പെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇതിനൊക്കെ കുറേ ഇതാണ് ടെക്സ്റ്റുകൾ എഴുതിയതും അവരുടെ സ്മാരകങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ചെറിയൊരു ക്ലൂകളിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് മാറിപ്പോകാതിരിക്കും. ഓക്കെ, ഇങ്ങനെ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ സിമ്പിളായൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂഷൻ ആവുന്ന ഫാക്റ്റ് ഉണ്ടെങ്കിലും എന്നാൽ പഠിച്ചാൽ നമുക്ക് അത്രമേൽ കൺഫ്യൂഷൻ ആവുന്ന ഒന്നും അല്ലാത്ത ഏറ്റവും എല്ലാവർക്കും തന്നെ 10 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ആരെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം റിവിഷൻ ചെയ്യുമ്പോൾ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എക്സാം ഇങ്ങനെ ഇടുന്നതുകൊണ്ടുള്ള നിങ്ങളുടെ പ്രയോജനങ്ങളെല്ലാം നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുകയും അവർക്ക് പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനമാകെ നമ്മളെയും കൊണ്ട് നമ്മുടെ ഒരു ചെറിയൊരു മെസ്സേജ് കൊണ്ട് പ്രോത്സാഹനമാകുകയും അതുവഴി ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മളെയും കൊണ്ട് പറ്റുന്നത് ചെറിയൊരു നമുക്ക് കിട്ടിയ മാർക്ക് സെൻഡ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെസ്സേജിലൂടെ അറിയിക്കുക. അങ്ങനെയുള്ള കുറച്ചും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം സെറ്റ് ചെയ്ത് തരിക എന്നുള്ള വലിയൊരു കാര്യം എന്നൊന്നും പറയുന്നൊന്നുമില്ല. എനിക്കിങ്ങനെ ചെയ്തു തരാൻ പറ്റുന്ന അതൊരു എനിക്ക് ഭയങ്കര സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള എക്സാമുകളായിട്ട് നമ്മൾ തുടർന്ന് വരും. നാളത്തെ എക്സാം നമ്മൾ ഗ്രൂപ്പിൽ അതിൻ്റെ സിലബസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര കിട്ടിയാലും, ഒരു മാർക്കുള്ളെങ്കിലും ഒറ്റ മാർക്ക് കിട്ടിയില്ലെങ്കിലും അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. 10 കിട്ടിയാലും അതിൻ്റെ എത്രയാണ് കിട്ടിയത് അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. ഈ എക്സാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ഓരോ എക്സാമും നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്കെടുത്ത് എക്സാം ഒന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും ഉപകാരം തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ടോപ്പിക്കും മറന്നു പോകാതിരിക്കാനും മറന്നു പോയോ എന്ന് നമ്മളെ സ്വയം ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കൂടി എക്സാമുകൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നല്ലതായിരിക്കും. ഇതാരും നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രോഗ്രസ് കാർഡൊന്നും ചോദിക്കില്ല, എത്ര മാർക്ക് കിട്ടി, എന്താ മാർക്ക് കുറഞ്ഞു എന്നും ചോദിക്കില്ല. നമ്മൾക്ക് സ്വയം മനസ്സിലാക്കാൻ, നമ്മളെ സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ എക്സാമും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് കഴിയുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എക്സാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നാളെ അടുത്ത എക്സാമുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.